നമുക്കൊപ്പം ചീഫ് എഡിറ്റർ ശ്രീ പ്രദീപ് പിള്ള കൂടി ചേരുന്നു. പ്രദീപ് പിള്ള, മൻമോഹൻ സിംഗ് അന്തരിച്ച വാർത്ത ഇപ്പോൾ വരുന്നു. മൻമോഹൻ സിംഗ് നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയായിരുന്നു. അദ്ദേഹം അവതരിപ്പിച്ച ബജറ്റുകളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അത് ഏറ്റവും കൂടുതൽ ആഗോളവൽക്കരണം നടന്നത്, അവർക്ക് ഏറ്റവും കൂടുതൽ വഴി തുറന്നു കൊടുത്തത് മൻമോഹൻ സിംഗിൻ്റെ ബജറ്റായിരുന്നു തുടങ്ങിയ വിമർശനങ്ങളൊക്കെയാണ് കാലത്ത് ഉണ്ടായിരുന്നത്. മൻമോഹൻ സിംഗ് പിന്നീട് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. മൻമോഹൻ സിംഗിൻ്റെ ഒരു വിയോഗത്തെ ഇപ്പോൾ എങ്ങനെ ഓർത്തെടുക്കാം ശ്രീ പ്രദീപ് പിള്ള? വിനോദ്, ഗൗതം പറഞ്ഞു വച്ചിടത്തു നിന്ന് വേണം എനിക്ക് തുടങ്ങാനായിട്ട്. ആദ്യത്തെ സിഖ് പ്രധാനമന്ത്രി ഒന്ന്, തീർച്ചയായിട്ടും സിഖുകാരോടുള്ള ഒരു പശ്ചാത്താപം അല്ലെങ്കിൽ പ്രായശ്ചിത്തം എന്ന മട്ടിലായിരിക്കണം അദ്ദേഹത്തെ നിയോഗിച്ചത്. അതിനുമപ്പുറം വളരെ വലിയൊരു പ്രതിസന്ധി കോൺഗ്രസ് പാർട്ടിയും UPA നേരിട്ടിരുന്ന ഒരു സമയമാണ്. കാര്യം ഒരു വിദേശ വനിതയെ പ്രധാനമന്ത്രിയാക്കില്ല എന്നുള്ള, അല്ലെങ്കിൽ ആക്കാൻ അനുവദിക്കില്ല എന്നുള്ള BJPയുടെ ശക്തമായ നിലപാട്, അത് മുന്നിൽ നിന്ന് നയിച്ചത് സാക്ഷാൽ സുഷമ സ്വരാജിയായിരുന്നു. പക്ഷെ മൻമോഹൻ സിംഗിനെ വിലയിരുത്തുമ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ നടന്ന സംഭവത്തിൽ നിന്ന് നമുക്ക് പിന്നോട്ട് പോകാം. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവിശ്വാസ പ്രമേയവുമായി പ്രതിപക്ഷം വന്നപ്പോൾ BJP NDA നരേന്ദ്രമോദി സർക്കാരിനെതിരെ വോട്ട് ചെയ്യാൻ അനാരോഗ്യം അവഗണിച്ച് അദ്ദേഹം സഭയിലെത്തിയപ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത്. അത് ജനാധിപത്യത്തോട്, അദ്ദേഹത്തിന്റെ പാർട്ടിയോട് ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ ഒരു കൂറും പ്രതിബദ്ധതയുമാണ് അത് കാണിക്കുന്നതെന്നായിരുന്നു അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ കൗതുകകരമായ അവസ്ഥ അല്ലെങ്കിൽ ഒരു വസ്തുത എന്ന് പറയുന്നത്, ഈ മൻമോഹൻ സിംഗിന്റെ മുൻഗാമി എന്ന് പറയുന്നത് അടൽ ബിഹാരി വാജ്പേയി ആണ്. അദ്ദേഹത്തിന്റെ പിൻഗാമി എന്ന് പറയുന്നത് നരേന്ദ്ര മോദിയാണ്. പിന്നെ മൻമോഹൻ സിംഗ് ആരായിരുന്നു? മൻമോഹൻ സിംഗ് ഒരു ബ്യൂറോക്രാറ്റ്, ഇന്ത്യയുടെ ഒരു പരമോന്നത പദവിയിലേക്ക് എത്തുന്ന ഒരു പ്രത്യേകത അന്നുണ്ടായിരുന്നു. അദ്ദേഹം ചീഫ് എക്കണോമിക് അഡ്വൈസറും റിസർവ് ബാങ്ക് ഗവർണറും ഒക്കെ ആയിരുന്ന അദ്ദേഹത്തെ വളരെ അത്ഭുതകരമായി, അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടാണ് അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവു ധനമന്ത്രിയായി നിയോഗിക്കുന്നത്. അതൊരു ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്ക് ആയിരുന്നില്ല. അതിനുമപ്പുറം ഭാവി മുന്നിൽ കണ്ടുകൊണ്ട്, ഭാവി ഭാരതം എങ്ങനെയാവണം, ഭാവി ഭാരതം എങ്ങനെ ലോക സമ്പദ്ഘടനയിൽ, ആഗോള വ്യവസ്ഥയിൽ എങ്ങനെ ഭാരതം ഭാഗമാക്കാവണം, എങ്ങനെ ഭാരതത്തിന് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് ഒരു ദീർഘദൃഷ്ടി ഒരുപക്ഷെ ശ്രീ PV നരസിംഹറാവുവിനുണ്ടായിരുന്നു, ശ്രീ മൻമോഹൻ സിംഗിനുണ്ടായിരുന്നു. അതിന്റെ പിന്തുടർച്ച പിന്നാലെ വന്ന NDA സർക്കാരുകൾ ഏറ്റെടുത്തെങ്കിലും അത് കോൺഗ്രസ് പാർട്ടി UPAയും എത്രത്തോളം ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് ആലോചിച്ചും ചർച്ച ചെയ്തും അറിയേണ്ട കാര്യമാണ്. എന്തായാലും അദ്ദേഹം കൊണ്ടുവന്ന ഉദാരവൽക്കരണം അല്ലെങ്കിൽ ലിബറലൈസേഷൻ, ആഗോളവൽക്കരണം അഥവാ ഗ്ലോബലൈസേഷൻ, ഇതൊക്കെ രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. പ്രതിപക്ഷം അതിരൂക്ഷമായി അന്ന് വിമർശിച്ചിരുന്നു, പ്രത്യേകിച്ചും ഇടത് കക്ഷികൾ. ഇത് മൊത്തം നമ്മൾ ലോകത്തിന് മുന്നിൽ, അല്ലെങ്കിൽ പടിഞ്ഞാറൻ ലോകത്തിന് മുന്നിൽ നമ്മുടെ സമ്പദ്ഘടനയെ അടിയറവ് വയ്ക്കുകയാണ് എന്നുള്ള മട്ടിലൊക്കെയായിരുന്നു വിമർശനമെങ്കിലും ഇന്ന് നമ്മൾ എത്തി നിൽക്കുമ്പോൾ, അത് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അതിന്റെ ബെനിഫിറ്റ്, അതിന്റെ നേട്ടം ഇന്ന് ഭാരതം കൊയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. അതിനും അപ്പുറം അദ്ദേഹം ഏറെക്കാലം പ്രധാനമന്ത്രി പദം വഹിച്ചു. ഒരുപക്ഷെ ഭാരതം കണ്ട ഏറ്റവും മികച്ച കോൺഗ്രസ് പ്രധാനമന്ത്രിയായി അദ്ദേഹം വാഴ്ത്തപ്പെട്ടേനെ. പക്ഷേ അദ്ദേഹം വിമർശിക്കപ്പെട്ടു, അദ്ദേഹം ധാരാളം ട്രോൾ ചെയ്യപ്പെട്ടു, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് അടക്കം ആക്ഷേപിക്കപ്പെട്ടു, ഒട്ടനവധി കാർട്ടൂണുകൾ, ഹാസ്യങ്ങൾ ഉണ്ടായി. കാരണം അദ്ദേഹത്തിന്റെ കൈകൾ കെട്ടപ്പെട്ടിരുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. ഇത് രാഷ്ട്രീയത്തിനപ്പുറത്ത് നിന്ന് പറയുകയാണ്. കാരണം ഡോക്ടർ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയായി നിർദ്ദേശിക്കുന്നത് അന്ന് ഒരു വളരെ ചാണക്യ സ്വഭാവമുള്ള ഒരു അതിഭയങ്കര പൊളിറ്റിക്കൽ ക്യൂ, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ മാനൂവർ, അതല്ലെങ്കിൽ ഒരു സർപ്രൈസ് എന്ന് പറയുന്ന രീതിയിലാണ് അവതരിപ്പിച്ചതെങ്കിലും ഒരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കോൺഗ്രസ് എത്തിപ്പെട്ടു നിന്നിരുന്ന, അന്നത്തെ കോൺഗ്രസിന്റെ നേതാവ് ആയിരുന്ന സോണിയ പ്രധാനമന്ത്രി പദത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് രാജ്യവ്യാപകമായ പ്രതിഷേധത്തിനിടയാക്കും എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു നിയോഗം ഡോക്ടർ മൻമോഹൻ സിംഗിലേക്ക് വന്നെത്തിയത്. ഡോക്ടർ മൻമോഹൻ സിംഗിനെ സ്വതന്ത്രനായി
പ്രധാനമന്ത്രി പദവും അധികാരവും അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ കോൺഗ്രസ് പാർട്ടി അനുവദിച്ചോ, അതല്ലെങ്കിൽ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന കുടുംബം അനുവദിച്ചോ എന്നുള്ളതിലേക്കായിരിക്കും ഇന്ന് ചോദ്യങ്ങൾ ചെന്നെത്തുക. കാരണം PV നരസിംഹറാവു എന്നുള്ളൊരു പ്രധാനമന്ത്രി അന്തരിച്ച ശേഷം ഉണ്ടായ സംഭവ വികാസങ്ങൾ നമുക്കറിയാം. കോൺഗ്രസ് എങ്ങനെ അദ്ദേഹത്തെ ആദരിച്ചു എന്നുള്ളത് നമുക്ക് അറിയാം. ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഒരു പാവ പ്രധാനമന്ത്രിയാക്കി ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്താൻ, അല്ലെങ്കിൽ പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്താൻ, അതല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ പ്രധാനമന്ത്രിയാക്കാൻ കോൺഗ്രസിന്റെ അന്നത്തെ നേതൃത്വം ശ്രമിച്ചതിന്റെ ഫലമായി മാത്രമാവും ഒരു പക്ഷേ അദ്ദേഹം അർഹിക്കുന്ന ഒരു ആദരവ്, അദ്ദേഹം അർഹിക്കുന്ന ഒരു സ്ഥാനം ഭാരത രാഷ്ട്രീയ ചരിത്രത്തിൽ അദ്ദേഹത്തിന് നേടാൻ കഴിയാതെ പോയത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് 2004 പ്രധാനമന്ത്രി പദം അദ്ദേഹത്തിന് വെച്ച് നീട്ടുകയും ഒട്ടനവധി പുതുമയുള്ള ഇത് രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചിട്ട് നമുക്ക് കാണേണ്ട സംഗതികളാണ്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ അഥവാ NRHM, യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി അല്ലെങ്കിൽ UIA, ഗ്രാമീണ തൊഴിൽ ദാന പദ്ധതി റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അടക്കം ഉള്ള കാര്യങ്ങൾ. അതിനും അപ്പുറം ചരിത്രപരമായ US-ഉമായിട്ടുള്ള ആ ഒരു ഉടമ്പടി, സിവിൽ ന്യൂക്ലിയർ അഗ്രിമെന്റ്, ആണവ കരാർ, അതിന്റെ പേരിലാണ് അന്നത്തെ CPM നേതൃത്വം ഈ സർക്കാരിന് പിന്തുണ പിൻവലിച്ച് പുറത്തേക്ക് പോകുന്നത്. പക്ഷെ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് UPA സർക്കാർ തിരിച്ചു വരുന്നു. ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ളത് ഈ മൻമോഹൻ സിംഗ് തുടങ്ങി വെച്ച പദ്ധതികളെ രാഷ്ട്രീയമായി കണ്ട് വിമർശിക്കേണ്ടതില്ല. അതിൽ പലതും അടുത്ത ഘട്ടത്തിലേക്ക്, അടുത്ത ലെവലിലേക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിനുമപ്പുറം ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു വിഷണറി ആയിരുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രവണതയുണ്ട്. ഇത് സംസ്ഥാനത്തായാലും ദേശീയ തലത്തിലാണെങ്കിലും രാഷ്ട്രീയ വ്യത്യാസം വരുമ്പോൾ, അതല്ലെങ്കിൽ ഒരു പാർട്ടി മാറി മറ്റൊരു പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, അതുവരെ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മുൻ സർക്കാർ ചെയ്ത കാര്യങ്ങൾ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് പുതുതായി അവതരിപ്പിക്കുന്നതിന് പകരം മുൻ സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങളെ കുറച്ചുകൂടി പോളിഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വിജയിച്ചു. അതാണ് ഞാൻ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞ ഒരു കാര്യം. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മുൻഗാമി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നുവെങ്കിൽ പിൻഗാമി നരേന്ദ്ര മോദി ആയിരുന്നു. ഏതായാലും അർഹിക്കുന്ന അംഗീകാരം, അർഹിക്കുന്ന സ്ഥാനം, അർഹിക്കുന്ന സ്വാതന്ത്ര്യം, അർഹിക്കുന്ന പ്രവർത്തന സ്വാതന്ത്ര്യം ഡോക്ടർ മൻമോഹൻ സിംഗിന് ലഭിച്ചോ എന്നുള്ളതിൽ അഭിപ്രായം പറയേണ്ടത് രാഷ്ട്രീയ നിരീക്ഷകരാണ്, രാഷ്ട്രീയ ഭാരതമാണ്. പക്ഷേ അതിൽ ഏറ്റവും ശ്രദ്ധേയമെന്ന് പറയുന്നത് മാന്യനായിരുന്നു, മാന്യത കാത്തു സൂക്ഷിച്ചിരുന്നു എന്നും അമാന്യമായ ഒരു പ്രതികരണം അദ്ദേഹത്തിൽ നിന്നുണ്ടായിരുന്നില്ല. ഓക്സ്ഫോർഡിലെ അധ്യാപകൻ, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അങ്ങേയറ്റം പോയ ഒരാൾ, യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്ര സംഘടനയിൽ 3 വർഷം സേവനമനുഷ്ഠിച്ചയാൾ, ഭാരതത്തിന്റെ വ്യാപാര വ്യവസായ മന്ത്രാലയത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ച് വരുത്തുകയുണ്ടായി എന്നുള്ളത് നാം ഓർക്കണം. ലളിത് നാരായൺ മിശ്ര, LN മിശ്ര മന്ത്രിയായിരുന്നപ്പോൾ ഉപദേശകനായി കൊണ്ടുവന്നിട്ട്, തുടർന്ന് ഇന്ദിരാഗാന്ധി ഭരിക്കുമ്പോൾ അദ്ദേഹം വളരെയധികം പ്രധാന തസ്തികകൾ വഹിച്ചു ഭാരത സർക്കാരിൽ. മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്, തുടർന്ന് റിസർവ് ബാങ്കിന്റെ ഗവർണർ, തുടർന്ന് പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ. അങ്ങനെ മറ്റൊന്ന്, ഭാരതവും ലോകവും അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്ന ഒരു കാലമായിരുന്നു 1990 എന്ന് ഓർക്കണം. ആ സമയത്താണ് ധനമന്ത്രിയായി PV നരസിംഹറാവു ഡോക്ടർ മൻമോഹൻ സിംഗിനെ നിയോഗിക്കുന്നത്. ആ ചുമതല അദ്ദേഹം വളരെ ഭംഗിയായി നിർവഹിച്ചു എന്നുള്ളത് അതിൽ തർക്കമില്ല. കാരണം പിന്നാലെ വന്ന പരിഷ്കാരങ്ങൾ ഒക്കെ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണം ചെയ്തതേയുള്ളൂ. അദ്ദേഹത്തിന് അർഹിക്കുന്ന സ്ഥാനം കിട്ടാതെ പോയത് എന്തുകൊണ്ട് എന്നുള്ളത് മാത്രമാണ് ഇതിൽ ചർച്ച ചെയ്യേണ്ടത്.
മറ്റൊന്ന് അദ്ദേഹം ഇന്ന് പാകിസ്ഥാനിലുള്ള ഗാഡ് എന്ന് പറയുന്ന പഞ്ചാബ്, അതായത് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന പാകിസ്ഥാനിലെ പഞ്ചാബിൽ ജനിച്ച അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ കുടുംബം ഭാരതത്തിലേക്ക് കുടിയേറിയത് ഹൽദ്വാനി എന്നുള്ള സ്ഥലത്തേക്ക് കുടിയേറിയിട്ടത്, പിന്നീട് അമൃത്സറിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം പടിപടിയായിട്ട് അമൃത്സറിലെ ഹിന്ദു കോളേജിൽ പഠിക്കുന്നു, പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. അവിടെ നിന്ന് ഇക്കണോമിക്സിൽ ഹോഷിയാർപൂരിൽ അന്നത്തെ പഞ്ചാബിൽ നിന്ന് ബിരുദം നേടി അദ്ദേഹം വീണ്ടും മുന്നോട്ട് തന്നെ പോകുന്നു. ആ പഠനം എത്തി നിന്നത് ഓക്സ്ഫോർഡിലാണ്. അക്കാഡമിക് കരിയറിൽ അദ്ദേഹത്തിന്റെ പഠന കാലയളവിൽ എന്നും മുൻപന്തിയിലായിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജിൽ നിന്ന് പഠിച്ച അദ്ദേഹം പിന്നീടാണ് ഒടുവിൽ ഓക്സ്ഫോർഡിലെ അധ്യാപകൻ ആയി മാറുന്നത്. അദ്ദേഹത്തിന്റെ തുടക്കം പഞ്ചാബ് യൂണിവേഴ്സിറ്റി എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസർവ് ബാങ്ക് ഗവർണറായി. പ്രണബ് മുഖർജി എന്ന് പറയുന്ന പിന്നീട് രാഷ്ട്രപതിയായ പ്രണബ് മുഖർജി ധനമന്ത്രി ആയിരിക്കുമ്പോഴാണ് മൻമോഹൻ സിംഗ് റിസർവ് ബാങ്കിന്റെ ഗവർണറായി വന്നത്. അതിനുശേഷം പ്ലാനിംഗ് കമ്മീഷന്റെ ഉപാധ്യക്ഷൻ ആകുന്നു. ഇങ്ങനെ ഒട്ടനവധി പ്രത്യേകത ഭാരത രാഷ്ട്രീയ പൊതുജീവിത ചരിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് മൻമോഹൻ സിംഗ്. ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രിയുടെ ഉപദേശകൻ എന്നുള്ള നിലയിൽ നിന്നാണ് ഒടുവിൽ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പൊതുജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. വിനോദ്.